സ്റ്റെസിഫോൺ എന്ന ഇരട്ട നഗരത്തിൽ. പിന്നീട് AD 775 ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലേക്ക് മാറ്റി. 1980 മുതൽ അമേരിക്കയിലെ ഷിക്കാഗോയിലാണ് സഭയുടെ ആസ്ഥാനം. 120 കാതോലിക്കോസ് പാത്രിയാർക്കീസ് മാറന്മാർ ദിൻഹ നാലാമനാണ് സഭയെ നയിക്കുന്നത്. പരിശുദ്ധ ബാവ തിരുമേനിയും 4 മെത്രാപ്പോലീത്താമാരുമടക്കം അസേറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റിന് 14 ബിഷപ്പുമാരുണ്ട്. വചനപ്രഘോഷണത്തിന്റെ പേർഷ്യൻ പാരമ്പര്യമുള്ള സഭയ്ക്ക് ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനൻ, യൂറോപ്പ്, ഉത്തര അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, റഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാമുണ്ട് വിശ്വാസികൾ. ഇന്ത്യയിൽ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആസ്ഥാനം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണ്. 1968 മുതൽ ഡോക്ടർ മാർ അപ്രൈം മെത്രാപ്പോലിത്തയാണ് സഭാധ്യക്ഷൻ. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഏകസഭാംഗങ്ങളായിരുന്നു. തുടക്കം മുതലേ പേർഷ്യൻ ഹൈറാർക്കിയുടെ ഭാഗം. 1498 പോർച്ചുഗീസ് അധിനിവേശം വരെ ഇന്ത്യയിലെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ പേർഷ്യയിൽ നിന്നുള്ളവരായിരുന്നു. 15-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് അധിനിവേശത്തോടെയാണ് ഇവിടെ കത്തോലിക്ക സഭ പിറവിയെടുത്തത്. നമ്മുടെ സഭയുടെ ചരിത്രം പേർഷ്യൻ സാമ്രാജ്യത്തിലാണ്. എഡീസ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യം ഉണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിനും പേർഷ്യൻ സാമ്രാജ്യത്തിനും ഇടയ്ക്കലായിട്ട് കിടന്നിരുന്ന എഡീസ, അവിടുത്തെ രാജാവ് അബ്ഗാർ രാജാവ് യേശുക്രിസ്തുവിനെ